അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ വ്ളോഗും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റഅ്സ് ഷരീഫ് സ്ഥിതി ചെയ്യുന്ന മക്കാമിലേക്കാണ് പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർ കാഴ്ചകളൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് നല്ല കാഴ്ചകളായിട്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വരുന്നതാണ്. അപ്പോൾ തുടർ കാഴ്ചകളൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. നമ്മൾ നടക്കുകയാണ്. റൂം ഇതിൻ്റെ ഏകദേശം ബാക്കോട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ നിലവിൽ താമസിക്കുന്ന സ്ഥലം ഷാരിയൽ മൊയ്സ് എന്ന് പറയും. ആ ഒരു ഏരിയയിലാണ്, ആ ഏരിയക്ക് അങ്ങനെയാണ് പറയുക. അതറിയപ്പെട്ടൊരു സ്ട്രീറ്റ് തെരുവാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ സാധനം വാങ്ങുന്ന ഷോപ്പാണ്. ഇസ്മുക്കി ഇൻഷാ അല്ലാഹ് മൂപ്പരെ കാണിച്ചു തരാം. ഇസ്മുക്കി അമീൻ ഷെയ്ഖ്. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധനമൊക്കെ വാങ്ങുന്നത്. മാഷാ അല്ലാഹ് എല്ലാ സാധനവും, അത്യാവശ്യത്തിലുള്ള എല്ലാ സാധനവും നമുക്ക് കിട്ടലുണ്ട്. നൂഡിൽസ് ആണെങ്കിലും പെട്ടെന്നൊക്കെയുള്ള മാഷാ അല്ലാഹ് നല്ലൊരു ഷോപ്പാണ്. ഇവരെന്നും നമ്മളെ കാണുമ്പം ചിരിക്കും മാഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചിറങ്ങിയത്. ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാ ഈ ഒരു കാഴ്ച നമ്മളെന്നും കാണുന്നതാണ്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും തവക്കൽതു അലല്ലാഹ് ഹൽ സല്ലൈതു അലൻ നബി അൽ യൗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ചമരിൻ്റെ മുകളിൽ എന്താ ലാബിദിക്കില്ല ഈ തത്വമൊഴിനുൽ കുലൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ്റെ ഒരുപാട് ആയത്തുകളും മറ്റൊക്കെ അങ്ങനെ എഴുതി വെച്ച് നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഈജിപ്ത്. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കാഴ്ചകളും നമുക്ക് പറ്റാത്തതൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു തെരുവിലൂടെ നടക്കണം. നമ്മൾ അസറിൻ്റെ പള്ളിയിലേക്കും പോയത് ഈ ഒരു ഭാഗത്തൂടെയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അസർ പള്ളീന് നേരെ മുമ്പ് തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ റഅ്സ് ഷരീഫുള്ള ആ ഒരു മസ്ജിദ് ഉള്ളതും. അതും വലിയ അറിയപ്പെട്ട മസ്ജിദാണ്. ഇൻഷാ അല്ലാഹ് ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫൈനലി നമ്മൾ വെയിറ്റ് തീരാനായിട്ട് ഇവിടുന്ന് ഖുർആൻ ഓതുന്ന കൊച്ച കേൾക്കുന്നുണ്ട്. ഇത് മിസ്റിൻ്റെ സ്ഥിര കാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഒരു നൂറൊന്നുമില്ല, കുറച്ച് മീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഹുസൈൻ പള്ളിയിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. ഷാരിയൽ മൊയ്സ് സ്ട്രീറ്റ് നമ്മൾ കഴിഞ്ഞു. ഒരുപാട് ടൂറിസ്റ്ററൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഈ ഒരു ഭാഗമൊക്കെ ഞാൻ കാണിച്ചതാണ് ഓൾറെഡി വീഡിയോയിൽ. ഒരുപാട് ഷോപ്പുകളും മറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതേ വൈക്ക് തന്നെ ഞാനൊരു സമയത്ത് നടന്നു വന്നത് കേട്ടോ. ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. ഇതാണ് മക്തബ്, ബുക്ക് സ്റ്റാളുകളാണ്. ഫോണൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, ഇവിടെ ഒറ്റിപ്പറിച്ച് കൊണ്ടുപോകും. കാരണം ഇതൊക്കെ ഇവിടുത്തെ സ്വാഭാവികമാണ്. ടൂറിസ്റ്റുകളെ മൊത്തത്തിൽ നോട്ടിട്ട് പോകും, പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ സ്വാഭാവികം. മക്കളെ അൽ അസ്ഹറിൻ്റെ പള്ളി കണ്ടു തുടങ്ങി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഹുസൈൻ പള്ളി വരുന്നത്. നമുക്ക് അതിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെയായിട്ട് കയറാം. ഷോർട്ട് വഴികളുണ്ട്, അത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കറിയാം. ഇതാണ് അൽ അസ്ഹർ മസ്ജിദ്. അതിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഹുസൈൻ പള്ളി. നമുക്ക് അതിൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ കവാടത്തിൽ തന്നെ പോവാം. പള്ളി ഇതൊക്കെ കാണുന്നു, അതിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് കേട്ടോ ഹുസൈൻ പള്ളി വരുന്നത്. ഇൻഷാ അല്ലാഹ് മെയിൻ എൻട്രൻസ് പോകാം. ഈ ഒരു റൂട്ടിൽ നമ്മൾ പോവാം. പക്ഷേ നമ്മുടെ മെയിൻ എൻട്രൻസ് കാണാൻ ഏറ്റവും ഭംഗി. ഫോണൊക്കെ നല്ലോണം പിടിക്കണം, പിടിക്കണം, അതേപോലെ ചാമ്പി കൊണ്ടുപോകും. അതാണ് അത് ഓരോ സ്ഥലത്ത് ഓരോ ഇത് ചെയ്യാനാ സ്വാഭാവികം. അങ്ങനായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. നമ്മൾ എൻട്രൻസ് എത്താനായിട്ട്, എൻട്രൻസ് ഉദ്ദേശിച്ച് ഞാൻ ഈ കവാടാട്ടോ, കവാടം ആണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ റഅ്സ് ഷരീഫുള്ള പള്ളിയിലേക്ക് പോകുന്ന കവാടം. മാഷാ അല്ലാഹ് അവിടെ അൽ അസ്ഹർ പള്ളി കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ കണ്ടോ, ആ ഒരു പള്ളിയിലാണ് മാഷാ അല്ലാഹ് ആ ഒരു സംഭവം നിൽക്കുന്നത്. മാഷാ അല്ലാഹ് നമുക്ക് കാണാം കാഴ്ചകളൊക്കെ. അല്ലാഹ് ഈ ഒരു സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. കുറച്ച് മുമ്പ് ഇവിടെ ഈ കവാടത്തിൻ്റെ പണി നടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പണിയൊക്കെ അവസാനിച്ചു. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് കേട്ടോ അവിടെ. പാവങ്ങൾ കുറേ ആൾക്കാർ എന്താ പറയുക സഹായത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ മൊയിലാഞ്ചിട്ട് കൊടുത്ത് പൈസ വാങ്ങുന്ന പോലെ ഉണ്ട്. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ എന്ന് പറയാം. മാഷാ അല്ലാഹ് ഒരുപാട് കടകളുണ്ട് കേട്ടോ, സുവനീർസിൻ്റെ കടകൾ.
കളിപ്പാട്ടങ്ങൾ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ച നമുക്ക് പിന്നെ സൈഡും അപ്പുറത്തെ സൈഡൊക്കെ കുറച്ച് കാണാനുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാ സിയാറത്തിന് ശേഷം കാണാം കേട്ടോ. സലാം. ഇത് കണ്ടില്ലേ ഞങ്ങൾ മദീനത്തൊക്കെ ഉള്ള മാതിരിയുള്ള സംഭവം. നല്ല സുഖം കേട്ടോ ഇവിടെ എത്തിയാൽ. പിന്നെ അസ്സലാമു അലൈക്കും. മിനൽ ഹിന്ദ്. അടിപൊളിയല്ലേ? മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നല്ല ഉഷാറായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. കാണുന്ന ഭാഗത്താട്ടോ അൽ-അസ്ഹർ പള്ളി വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹുസൈൻ മസ്ജിദ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ചെരുപ്പൂരി വെക്കണം. ചെരുപ്പൂരി ഉള്ളിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. ചെരുപ്പൂരി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം. സംഭവമാണ്. എപ്പോഴും എ സിയും കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അടിപൊളി. ഇതാണ് കേട്ടോ പള്ളി. മാഷാ അല്ലാഹ് അടിപൊളിയാണ്. എന്താല്ലേ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. എ സി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പഠിതാക്കളെയൊക്കെ അവിടെ കാണാം. നല്ല ചൂടാണ്. അപ്പം അധികം ആളുകൾ അസ്ഹർ പള്ളിയിൽ നിന്നാണ് പഠിക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ പഠിക്കുന്നത് കാണാം. ബാക്കിൽ ഇങ്ങനെ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദിക്ർ ചെല്ലുന്നുണ്ട്. കണ്ടോ അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാഹ്. പള്ളി എപ്പോഴും സജീവമാണ്. മാഷാ അല്ലാഹ്. നമുക്കിനി ഒന്ന് ദർഗാ ഷരീഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് പോകട്ടോ ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഭാഗത്തൂടാണ് നമുക്ക് പോകേണ്ടത്. എന്താ ഇവിടെ വലിയൊരു നമ്മുടെ നാട്ടിലെ മിമ്പർ കണ്ടോ? എന്താലേ വലിപ്പം. നമ്മുടെ നാട്ടിൽ ഇത്ര ഉണ്ടാവും. എന്ത് വലുതാലേ. മാഷാ അല്ലാഹ്. ഇത് പെണ്ണുങ്ങളെ ഏരിയ ആണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടോ ഖുർആൻ ഷരീഫിൻ്റെ ലിഖിതങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇതൊക്കെ എഴുതി വെച്ചാണ് കേട്ടോ. ഈ ഒരു കാണുന്ന വാതിലിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും ഒരുപാട് ആഥാറുകളുണ്ട് എന്ന് അവിടെ നിന്ന് ചോദിച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. നബി തങ്ങളുടെയും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും അമാമയും കുപ്പായവും അതുപോലെ തന്നെ പരിശുദ്ധമായ പ്രധാനപ്പെട്ട 2 പഴയ ഖുർആനുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആധാറുകൾ അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. വാതിലാണ് ശരിക്ക് ഓപ്പൺ ചെയ്യലിട്ടോ. ഈ ഒരു വാതിലിൻ്റെ അതേ സംഭവം തന്നെയാണ് ഈ ഒരു വാതിലിൻ്റെ അപ്പുറത്തുള്ളത്. മാഷാ അല്ലാഹ്. സത്യം പറഞ്ഞാൽ ഹുസൈൻ മസ്ജിദ് സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും പിഞ്ചുമക്കൾക്കും ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒരാശ്വാസമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്വല്പനേരം കണ്ണടച്ചിരുന്നാൽ കിട്ടുന്ന ഒരു സുഖം, അത് പ്രത്യേകം ഒരു സുഖം തന്നെയാണ്. അത് എന്നും എല്ലാ ദിവസവും ഇവിടേക്ക് വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സുഖം ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ റഅ്സ് ഷരീഫ് നിൽക്കുന്ന ആ ഒരു മസ്ജിദ് ആ ഒരു പുണ്യമാക്കപ്പെട്ട ഭൂമിയിലാണുള്ളത്. മാഷാ അല്ലാഹ്. ഇവിടെ നിന്ന് എത്താൻ കഴിഞ്ഞ് വിചാരിച്ചൊന്നുമല്ല. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്നിവിടെ സിയാറത്തിന് വരുന്നതാണ്. കാരണം നമ്മളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. എല്ലാവരിലേക്കും ഈ ഒരു നല്ല നല്ല കാഴ്ചകളൊക്കെ എത്തിച്ചു കൊടുക്കണം. പിന്നെ അതോടൊപ്പം പറയാനുള്ളത്, ഇതിൻ്റെ 4 സൈഡിലും ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പിന്നെ നല്ല സന്തോഷത്തോടു കൂടി കാണുന്നു വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നല്ല കുടിക്കാൻ നല്ല വെള്ളം വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം?
ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കണം, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് കാണാം പള്ളീൻ്റെ ഇവിടെ ഒരു എന്താ പറയുക നിസ്കരിക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ, സെറ്റപ്പ് ചെയ്ത് വെച്ചാണ് ഇത്. എനിക്ക് തോന്നുന്നു പിന്നെ ആളുകൾ കൂടുന്ന സമയത്ത് എന്തോ ചെയ്യാനുള്ള സംഭവമാവാം. ഇതാണ് പള്ളി, മാഷാ അല്ലാഹ്. കാണില്ലേ നിങ്ങൾ? അടിപൊളി. പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെ പള്ളിൻ്റെ ബാക്കിലും ഈ സൈഡിലുമായിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. മസ്ജിദിൽ നിന്ന് സിയാറത്ത് ചെയ്ത് നമ്മളിതാ ഖാൻ ഖലീൽ മാർക്കറ്റ്, ഇത് പ്രശസ്തമായൊരു മാർക്കറ്റാണ് കേട്ടോ. കഹവകൾ അങ്ങനെ തുടങ്ങി ചായ അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ ഈ ഒരു മാർക്കറ്റിൽ കിട്ടും. ഈ ഒരു മാർക്കറ്റ് ഭയങ്കര പ്രശസ്ത നിറഞ്ഞൊരു സംഗതിയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ അത്തബ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മാർക്കറ്റ് ഉണ്ട്, അത് പരിചയപ്പെടുത്താനുണ്ട്. ഇത് ഖാൻ ഖലീൽ മാർക്കറ്റ്. ഒരുപാട് സുവനീറുകൾ, അങ്ങനെ തസ്ബീഹ്, ഷാളുകൾ, ബാഗ്, ഒരുപാട് സംഗതികൾ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റും. മുസല്ല, തസ്ബീഹ്, മാഷാ അല്ലാഹ്, തസ്ബീഹ് കാണാം. ഒരുപാട് സംഗതികളാണ്. ഇതെന്താ സംഭവം? തൊപ്പിതാ നിരത്തി വെച്ചു. പള്ളീൻ്റെ ബാക്കിലെത്തിട്ടോ. പള്ളീൻ്റെ ബാക്ക് വശമാണ്. ഇതൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ചായ വാങ്ങുന്നു, ഇവിടെ വരുന്നു, ഇരിക്കുന്നു, കുടിക്കുന്നു. ഇതിൽ നല്ല ചായ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പോലാണ്. ഒരു ജ്യൂസിൻ്റെ കടയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഇവിടെയും ഇതുപോലെ തന്നെ ഹോട്ടലുകളാണ്. ഒരുപാട് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ ഹോട്ടലിനുള്ളിലല്ല ഇരുത്തുക, പുറത്താണ്. ഇവിടെ പുറത്തുനിന്ന് അവർ കഴിക്കും. ഹുസൈൻ മസ്ജിദിൻ്റെ ചുറ്റുഭാഗവും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. തസ്ബീഹുകൾ, സുവനീറുകൾ, ഡ്രസ്സുകൾ, ഇങ്ങനെ തുടങ്ങി പല ഐറ്റംസുകളും നമുക്ക് കാണാൻ പറ്റും. കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് യാത്രാ സംഘങ്ങളാണ് 5 മിനിറ്റ് കൂടും തോറും ഈ ഒരു ഹുസൈൻ മസ്ജിദിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങോട്ട് കയറിയാൽ കണ്ടോ, ഇവിടെ അറബിക് നോവലുകൾ വെച്ച് കാണാൻ പറ്റും. ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് കാണാൻ പറ്റും. വടികളുണ്ട് കേട്ടോ, വിൽക്കാൻ വെച്ച വടികൾ, തൊപ്പികൾ. ഒരു പള്ളിയാണ് കേട്ടോ അതും. പിന്നെ അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ. ഇതും ഈ ഏരിയ മൊത്തത്തിൽ എന്താണ്, പുസ്തകങ്ങളും മറ്റുമൊക്കെ ഉള്ള മക്തബുകൾ, ഷാളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ കണ്ടോ, നമുക്ക് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള നിറച്ചിട്ടുണ്ടാവും, നമുക്ക് കുടിക്കാൻ ഫ്രീ ആയിട്ട് വെച്ചതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സലാം സുഹൃത്തുക്കളെ, നമ്മുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളുമായിട്ട് ഇനിയും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാവുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.